ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇന്ന് ദൈവ മാതൃത്വ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവപുത്രന്റെ അമ്മയാകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് എപ്രകാരമാണ് എന്ന് എലിസബത്തിന്റെ വായിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവം അരുളി ചെയ്തത് നിറവേറുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിന് തന്നെ സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ തയ്യാറായപ്പോഴാണ് ഈ ഒരു വലിയ ഭാഗ്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ലഭിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കും ഈ ഭാഗ്യം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. ദൈവം പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിച്ചാല് അത് നിറവേറുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചാല് എൻ്റെ ജീവിതത്തിലും എനിക്കും ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. എന്താണ്? ദൈവത്തിന്റെ സ്വന്തമാകുവാനായിട്ടുള്ള ഭാഗ്യം. പലപ്പോഴും ഈ ഭാഗ്യം തിരസ്കരിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. തമ്പുരാന്റെ വചനത്തില് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് വിശ്വാസം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവൻ പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവത്തിൽ ആശ്രയിക്കാതെ ഭൗതികമായ വസ്തുക്കളിലും സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും വ്യക്തികളിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിട്ട് മാറുക. ഇവിടെയാണ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പരിശുദ്ധ അമ്മയെ പോലെ അടിയുറച്ച് ദൈവം എന്നോട് പറയുന്നത് നിറവേറും എന്ന് എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുവോ, അന്നാണ് ദൈവത്തിന് മുമ്പിൽ എനിക്കും ഭാഗ്യം ലഭിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും തമ്പുരാന്റെ വചനത്തിൽ അടിയുറച്ച് എല്ലാം സമർപ്പിക്കാം. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അവിടെ ഒരിക്കലും എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. മറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് നൽകി എന്നെ കാത്തു പരിപാലിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അടിയുറച്ച് വിശ്വസിക്കാം. തമ്പുരാന്റെ കരങ്ങളിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈ പുതുവർഷത്തില് നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടി ദൈവഹിതത്തിന് സമർപ്പിച്ച് മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.